ഹലോ ഗേസ്, അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ ഇന്ന് വർക്കിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് വർക്ക് വന്നിട്ടുണ്ടായിരുന്നു എവിടെയെന്ന് വെച്ചാൽ നമ്മളെ പൊന്നാനി ഭാഗത്തുള്ള മാറഞ്ചേരി എന്ന സ്ഥലത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും അങ്ങോട്ടേക്ക് പോകാമല്ലോ, ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കാൻ എഴുതിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഏതായാലും ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ നമുക്കിനി തുടർന്ന് യാത്രകൾ നമ്മൾ ഹൈവേ റോഡിലൂടെയാണ്. അപ്പോൾ ആ ഒരു യാത്ര പോകുന്നത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറഞ്ചേരി പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കസ്റ്റമറെ കണ്ട് സംസാരിച്ച് നമ്മൾ മടങ്ങി. അപ്പോൾ ഏതായാലും എന്നാലും ഒരു ചായയും കടികളൊക്കെ കുടിച്ചിട്ട് നമുക്ക് അടുത്ത കസ്റ്റമറെ കാണാൻ പോകുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത കസ്റ്റമർ ഉണ്ടായിരുന്നത് നമ്മൾ തിരൂർ ഭാഗത്തായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സമൂസയും അതുപോലെ പഴംപൊരിയും പരിപാടി കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു കേട്ടോ. അപ്പോഴാണ് ഫ്യൂവൽ കുറച്ച് കമ്മിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഏതായാലും എന്നാൽ കുറച്ച് ഫ്യൂവൽ അടിക്കാൻ നിർത്തിയിട്ട് നമ്മൾ പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പെട്രോൾ അടിക്കുന്ന ടൈമിൽ ആ പുള്ളിക്കാരനോടൊക്കെ സംസാരിച്ച് നല്ല രീതിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മൾ തിരിച്ച് തിരൂരിലോട്ട് തിരിച്ചു വരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഞാൻ ജസ്റ്റ് എടുത്തതായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുത്തെയും കസ്റ്റമറൊക്കെ കണ്ടിട്ട് വീട്ടിലോട്ട് തിരിച്ച് നമ്മൾ മലപ്പുറത്ത് എത്തിയിരുന്നു. അപ്പോഴാണ് അനിയൻ വിളിച്ചത്. ഓനെ ഡോക്ടർ കാണിച്ചിട്ടുണ്ടായിരുന്നു തലവേദനയായിട്ട്. അപ്പോൾ ഏതായാലും പെട്ടെന്ന് നമുക്ക് CT സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം കേട്ടോ. അപ്പോൾ പോയി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാനു സ്കാനിങ് സെൻ്ററൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും പ്രശാന്തിയിലൊന്ന് പോയി നോക്കാൻ എഴുതിയിട്ട് അവിടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇറങ്ങിയപ്പോഴും നമ്മളെ പ്രതീക്ഷ കൈവിട്ടു. അവിടെ 2 കാക്കാരുണ്ടായിരുന്നു സെക്യൂരിറ്റി. അപ്പോൾ അവർ പറഞ്ഞതെന്താ വെച്ചാൽ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്താ വെച്ചാൽ നാളെ രാവിലെ ഇവിടെ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല അവസാനത്തെ ഒരു ഹോപ്പ് എന്നുള്ള രീതിക്ക് നമ്മൾ ഐഡിയൽ സ്കാനിങ് സെൻ്ററിലേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് മുട്ടിയപ്പോൾ ആൾ വന്നു. ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് വേറൊരു സ്കാനിങ് സെൻ്റർ ഉണ്ട്, അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും മോനും എന്തായാലും അവിടെ പോയി നോക്കാൻ എഴുതിയിട്ട് അങ്ങനെ നടന്നു കേട്ടോ. അപ്പോൾ അവരും അതേപോലെ തന്നെ പറഞ്ഞത് നാളെ രാവിലെ 9 മണിക്ക് വരാനാണ് പറഞ്ഞത്, അല്ലാണ്ട് വേറെ വഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും നല്ല ആയിക്കോട്ടെ എന്നുള്ള രീതിക്ക് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.